ഈ 3 ഹൗസുകളായിട്ട് നടന്ന മത്സരത്തിൽ എയർഫോഴ്സ് 1ാം സ്ഥാനവും ആർമി ഹൗസ് 2ാം സ്ഥാനവും നേടി. ഏജ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ ഷഹനാദ്, ശിവഗംഗ, നസിൽ, മിത, നിഖിൽ എസ്, അഭിജിത്ത്, ജംഷിയ എന്നീ കുട്ടികൾ ചാമ്പ്യന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചുണ്ട സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ അണ്ടർ 14 ടൂർണമെന്റിൽ നമ്മുടെ സ്കൂൾ ടീം പങ്കെടുക്കുകയുണ്ടായി. ഒക്ടോബർ 17-18 തീയതികളിൽ സ്കൂൾ തല കലാമേള നടന്നു. ഹൗസ് അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ ആർമി ഹൗസ് 1ാം സ്ഥാനവും നേവി ഹൗസ് 2ാം സ്ഥാനവും നേടുകയുണ്ടായി. 2-12-2015 നടവയൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങൾക്കും എ ഗ്രേഡ് കരസ്ഥമാക്കുകയുണ്ടായി. 23/9/2015 ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന മൈലാഞ്ചിയിടൽ മത്സരത്തിൽ ഉമാരഞ്ജനി, നിയ പർവിൻ, ഷഹന ഷെറിൻ എന്നീ കുട്ടികൾ സമ്മാനം നേടുകയുണ്ടായി. തുടർന്ന് PTA, MPTA, SMC കമ്മിറ്റികളുടെ സഹായത്തോടെ എല്ലാ കുട്ടികൾക്കും നെയ്ച്ചോറും കോഴിക്കറിയും തയ്യാറാക്കി നൽകുകയുണ്ടായി. 30/9/15 മാനുവൽ ഹരിശ്രീ ഗ്രന്ഥശാല സ്കൂളിൽ വെച്ച് നടത്തിയ അക്ഷരമുറ്റം ക്വിസ് മത്സരത്തിൽ LP വിഭാഗത്തിൽ മുഹമ്മദ് അഫ്സൽ, ദേവാഞ്ജന, UP വിഭാഗത്തിൽ അനുരഞ്ജ്, നവീൻ കൃഷ്ണ എന്നീ കുട്ടികൾ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുകയുണ്ടായി. വജ്ര ജൂബിലി ആഘോഷ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2-10-15 രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകർ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു പൊതുയോഗം സംഘടിപ്പിക്കുകയുണ്ടായി. വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയായി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK സഹദ്, രക്ഷാധികാരികളായി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷൈജ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സീനത്ത്, വാർഡ് മെമ്പർ ശ്രീമതി പ്രതീജ പ്രദീപ്, കോട്ടനാട് എസ്റ്റേറ്റ് മാനേജർ ശ്രീ ബൊപ്പയ്യ എന്നിവരും ആഘോഷ കമ്മിറ്റി ചെയർമാനായി ശ്രീ BA ജോൺ, ജനറൽ കൺവീനർ ഹെഡ്മിസ്റ്റർ ശ്രീമതി ഷാൻഡി ജോൺ, PTA, MPTA, SMC ഭാരവാഹികൾക്കൊപ്പം സർവശ്രീ കബീർ മാസ്റ്റർ, PK അച്യുതൻ, ജോണി മാസ്റ്റർ, അഫ്സൽ K, PM ശ്രീധരവി, PV മാത്യു, PK രാജൻ, CV മാത്യു, KV മുഹമ്മദ് അലി, ശ്രീനിവാസൻ, ഹംസ T, CK വർഗീസ്, ദിലീപ് മാസ്റ്റർ, മുകുന്ദൻ, ഖാജ ഹുസൈൻ, ഷാക്കിർ, നൌഷാദ്, ഷമീർ, സുനിൽ കുമാർ, ശ്രീമതിമാരായ ഷൈനി, മെൽബി എന്നിവരും പ്രവർത്തിച്ചു. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു ഹെൽത്ത് നഴ്സിന്റെയും ഒരു കൗൺസിലറിന്റെയും സേവനം കുട്ടികൾക്ക് ലഭിച്ചു വരുന്നു. ഹെൽത്ത് നഴ്സ് 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ചകളിൽ സ്കൂൾ സന്ദർശിക്കുകയും ശാരീരിക പരിശോധനകൾ നടത്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൽ കണ്ടെത്തുന്ന ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുന്നു. കുട്ടികൾക്ക് വേണ്ട ആരോഗ്യ വിദ്യാഭ്യാസം, കാഴ്ച കേൾവി പരിശോധന മുതലായവ നടത്തിവരുന്നു. NRHM പോസ്റ്റ് ചെയ്ത ഒരു കൗൺസിലർ മാസത്തിൽ 1 വെച്ച് സ്കൂൾ സന്ദർശിക്കുകയും കൗമാര ആരോഗ്യത്തെക്കുറിച്ച് ക്ലാസുകൾ നടത്തുകയും കുട്ടികളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ആവശ്യമുള്ള കുട്ടികൾക്ക് ഫോളോ അപ്പ് നൽകുകയും ചെയ്യുന്നു. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് SMC, PTA, MPTA ഭാരവാഹികളും അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്കൂൾ പരിസരം വൃത്തിയാക്കുകയും തുടർന്ന് സ്കൂളിൽ തയ്യാറാക്കിയ കപ്പപ്പുഴുക്ക് കഴിച്ച് എല്ലാവരും പിരിയുകയും ചെയ്തു. സ്കൂളിലെ കുട്ടികളിൽ ആധാർ കാർഡ് ഇല്ലാത്തവരുടെ ലിസ്റ്റ് എടുക്കുകയും രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട ശേഷം സ്കൂളിൽ ഏർപ്പെടുത്തിയ വാഹന സൗകര്യം ഉപയോഗിച്ച് 12-10-2015 കൽപ്പറ്റ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ആധാർ കാർഡ് എടുക്കുകയുണ്ടായി. ഇതിലൂടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും UID ലഭ്യമായി. വാർഡ് മെമ്പർ ശ്രീമതി പ്രതീജ പ്രദീപിന്റെ ഇടപെടലും സ്കൂളിനോടുള്ള പരിഗണനയും മൂലം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ വീട്ടുമുറ്റത്തൊരു കോടി പദ്ധതി പ്രകാരം 12-12-15 വിദ്യാർത്ഥികൾക്ക് 500 കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സഹദ് നിർവഹിച്ചു. 2016 ജനുവരി 1-ാം തീയതി നടന്ന ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ കുട്ടികൾക്കും കേക്ക് വിതരണം നടത്തുകയുണ്ടായി. 18-1-2016 കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി.
BRC ട്രെയിനർ ശ്രീ ജോർജ് സാർ ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ ശ്രീമതി പ്രതീജ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ബാബു തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെഡ്മിസ്റ്റർ ശ്രീമതി ഷാൻഡി ജോൺ, MPTA പ്രസിഡന്റ് ശ്രീമതി പ്രഭീത ബിനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അസൈനാർ PM നന്ദി അറിയിച്ചു. 2016 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഹെഡ്മിസ്റ്റർ ഷാൻഡി ടീച്ചർ പതാക ഉയർത്തുകയും PTA MPTA പ്രസിഡന്റുമാർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഹെഡ്മിസ്റ്റർ ഷാൻഡി ടീച്ചർ, വിദ്യാർത്ഥികളായ വിഷ്ണു R, ബസീമ ഷെറിൻ എന്നിവർക്ക് ജന്മദിന ആശംസകൾ നേരുകയും സ്നേഹത്തിന്റെ പ്രതീകമായ പൂച്ചെണ്ട് സമ്മാനിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയുണ്ടായി. എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി ഫെബ്രുവരി 3-ാം തീയതി സ്കൂൾ തല മികവുകളുടെ ഒരു പ്രദർശനം നടക്കുകയുണ്ടായി. PTA MPTA അംഗങ്ങളും വിദ്യാർത്ഥികളും മികവുറ്റ പ്രവർത്തനങ്ങൾ കണ്ട് ആസ്വദിക്കുകയുണ്ടായി. ഫെബ്രുവരി 2-ാം തീയതി ഈ സ്കൂളിലെ 100ഓളം കുട്ടികളും അധ്യാപകരും അമ്പലവയൽ പൂപ്പൊലി സന്ദർശിക്കുകയുണ്ടായി. കുട്ടികൾക്ക് ഏറെ ആസ്വാദ്യവും വിസ്മയകരവുമായ ഒരനുഭവമായിരുന്നു ഇത്. നമസ്തേ, ഞാൻ ഷഹനാസ്. ഈ സ്കൂളിലെ ലീഡറാണ്. നഴ്സറി മുതൽ ഈ സ്കൂളിൽ പഠിച്ചു വരുന്ന ഞാൻ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ്. ഈ സ്കൂളിന്റെ മികവുകളെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മികവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഠ്യ പ്രവർത്തനങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഉൾനാടൻ പ്രദേശമായ ഈ കൊച്ചു ഗ്രാമത്തിലെ ഞങ്ങളുടെ ഈ ഡിജിറ്റൽ റിപ്പോർട്ട് തന്നെ വലിയൊരു മികവല്ലേ. ഇതുകൂടാതെ ഈ അധ്യയന വർഷത്തിൽ ഒത്തിരി മികവുകളിലൂടെ കടന്നു പോവുകയുണ്ടായി. അവയിൽ ചിലതിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മെ ഏവരെയും ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു മുൻ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാമിന്റെ പെട്ടെന്നുള്ള മരണം. അന്ന് ഉച്ചയായപ്പോഴേക്കും ഒരു ഡിജിറ്റൽ ഡോക്യുമെന്ററി സ്കൂളിൽ റെഡിയായി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് കാണുന്നതിനും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഇതിലൂടെ കഴിഞ്ഞു. വൈകുന്നേരം തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ചെറിയ ഭാഗവും ഒന്നിനൊന്നും മെച്ചപ്പെട്ട മറ്റു മികവുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഈ മഹാനുഭാവന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ കോട്ടനാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ ഒരു പിടി കണ്ണീർ പൂക്കൾ സാദരം സമർപ്പിക്കുന്നു. ഈ 69ാം സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ കോട്ടനാട് ഗവൺമെന്റ് UP സ്കൂൾ ഒരുക്കുന്ന ഗിവ് ആൻഡ് ടേക്ക് ക്വിസ് കോമ്പറ്റീഷൻ ഓഡിയോ വിഷനിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് Now we start here this quiz competition. വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ലേണിംഗ് അവയർനെസ് ആൻഡ് റിസർച്ച് സെന്റർ പുറത്തിറക്കിയ മിന്നൽ രക്ഷാമാർഗങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളുടെ ശബ്ദരേഖ. ഗവൺമെന്റ് UP സ്കൂൾ കോട്ടനാടിന്റെ 2015-16 അധ്യയന വർഷത്തിലെ സ്കൗട്ട് യൂണിറ്റ് ക്യാമ്പ് 2015 ഓഗസ്റ്റ് 13-14 തീയതികളിൽ കോട്ടനാട് ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്നു. തയ്യാറാവുക എന്ന നിലവാരത്തിൽ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്ന സ്കൗട്ട് ക്യാമ്പിന് സ്കൗട്ട് മാസ്റ്റർ ശ്രീ ജബനാൻ സാർ നേതൃത്വം നൽകി. ഹെഡ്മിസ്റ്റർ ശ്രീമതി ഷാൻഡി ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയും സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അസൈനാർ മാസ്റ്റർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ആഹാരം സ്വയം പാചകം ചെയ്യുന്നത് പലർക്കും വേറിട്ട അനുഭവമായിരുന്നു. സ്കൗട്ട് പ്രതിജ്ഞയും നിയമവും അടിസ്ഥാനമാക്കി സ്കൗട്ട് മാസ്റ്റർ ശ്രീ സാമുവൽ സാർ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ശ്രീ ബാബു തോമസ് അധ്യക്ഷനായിരുന്നു. കോട്ടനാട് യങ് സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലും മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളുടെ സ്വീകരണ ചടങ്ങിലും നമ്മുടെ സ്കൂളിലെ സ്കൗട്ട് ബാൻഡ് ട്രൂപ്പ് വിദ്യാർത്ഥികൾ പ്രശംസനീയമായ വിധം ബാൻഡ് മേളം നടത്തുകയുണ്ടായി. 24/6/15 സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. സ്കൂൾ ലീഡറായി ഷഹന ഷെറിനും അസിസ്റ്റന്റ് ലീഡറായി ശിവപ്രസാദും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ ഇവ ഉൾപ്പെടുന്ന
ഇലക്ട്രോണിക് ബാലറ്റിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത് കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു. സ്വയം രക്ഷിക്കുക, അപരനെ രക്ഷിക്കുക എന്ന തത്വം കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന കരാട്ടെ പരിശീലനം സ്കൂളിൽ നടത്തിവരുന്നു. പ്രശസ്ത പരിശീലകനായ സെൻസായി ശ്രീ വി കെ മനോജാണ് പരിശീലനത്തിന് നേതൃത്വം നൽകി വരുന്നത്. സ്കൂൾ JRC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ LP വിഭാഗത്തിലെ പഠന പിന്നാക്കക്കാരായ കുട്ടികൾക്കുള്ള വർണ്ണവിസ്മയം 2015 എന്ന പേരിൽ ക്ലാസുകൾ നടത്തിവരുന്നു. ഏറെ ആസ്വാദ്യമായ രീതിയിൽ കമ്പ്യൂട്ടറിന്റെയും പ്രൊജക്ടറിന്റെയും സഹായത്തോടെ പാട്ടുകളിലൂടെയും കഥകളിലൂടെയുമാണ് പഠനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3/7/15 ബഷീർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ LP വിഭാഗത്തിൽ മുഹമ്മദ് അഫ്സലും UP വിഭാഗത്തിൽ അനുരിഞ്ച് MP-യും വിജയികളായി. ചുമർ പത്രിക തയ്യാറാക്കിയതിന് ഷഹന ഷെറിൻ വിജയിയായി. 2015-16 അധ്യയന വർഷത്തിലെ സംസ്കൃത സ്കോളർഷിപ്പിന് ഷഹന ഷെറിൻ P, മുഹമ്മദ് അമീസ് റാദി, ശ്രുതി S, വിസ്മയ KA, വിഷ്ണു K, മുർഷിദ പർവീൻ എന്നീ കുട്ടികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ദിനംപ്രതി വിവിധ വിഷയങ്ങളിൽ നടത്തുന്ന ടെസ്റ്റ് പേപ്പർ, കേട്ടെഴുത്ത്, ക്വിസ് മത്സരങ്ങൾ എന്നിവ എഴുതുന്നതിനും മാർക്കുകൾ രേഖപ്പെടുത്തുന്നതിനുമായി ഓരോ കുട്ടിക്കും ഒരു നോട്ട് പുസ്തകം ലേണോഗ്രാഫ് എന്ന പേരിൽ ആരംഭിച്ചു. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും തന്റെ കുട്ടിയുടെ വിവിധ വിഷയങ്ങളുടെ പഠന നേട്ടങ്ങൾ ലേണോഗ്രാഫ് പരിശോധിച്ചാൽ മനസ്സിലാകും എന്നതാണ് ഇതിന്റെ നേട്ടം. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടി ഈ അധ്യയന വർഷം 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് മീഡിയം ആരംഭിച്ചു. വളരെ മികച്ച നിലവാരം പുലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രീ പ്രൈമറി മുതൽ കമ്പ്യൂട്ടർ പരിശീലനം, 1ാം ക്ലാസ് മുതൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മുതലായവയും നടന്നു. വൈത്തിരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന സബ് ജില്ലാ ശാസ്ത്രമേളയിൽ വനവും വന്യജീവിയും എന്ന വിഷയത്തിൽ ചാർട്ട് വിഭാഗത്തിൽ ഫാത്തിമത്ത് ഷൈമ ഫസ്റ്റും A ഗ്രേഡും, ശുചിത്വം എന്ന വിഷയത്തിൽ ദേവാഞ്ജന, ശ്രീലക്ഷ്മി എന്നീ കുട്ടികൾ A ഗ്രേഡും കരസ്ഥമാക്കുകയുണ്ടായി. പാവനിർമ്മാണത്തിൽ LP വിഭാഗം അർഷ ഫെബിൻ സെക്കൻഡും A ഗ്രേഡും, UP വിഭാഗത്തിൽ അൻസീന ഫെബിൻ സെക്കൻഡും A ഗ്രേഡും കരസ്ഥമാക്കി. ചോക്ക് നിർമ്മാണത്തിൽ ആൽബിൻ ബാബു സെക്കൻഡും A ഗ്രേഡും, ഇലക്ട്രിക്കൽ വയറിംഗിൽ LP വിഭാഗത്തിൽ ജിഷ്ണു, UP വിഭാഗം അർജുൻ എന്നീ കുട്ടികൾക്ക് A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. കുടനിർമ്മാണത്തിൽ LP വിഭാഗം നസിൽ, UP വിഭാഗം നവാസ് എന്നീ കുട്ടികൾ A ഗ്രേഡും, മെറ്റൽ എൻഗ്രേവിംഗിൽ UP വിഭാഗത്തിൽ മായാലക്ഷ്മി A ഗ്രേഡും കരസ്ഥമാക്കി. നവംബർ 19, 20 തീയതികളിൽ കണിയാമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ ഈ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. 19/1/2016 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് ഇല്ലന്റ്, പോസ്റ്റ് കവർ, മണി ഓർഡർ ഫോം എന്നിവ ശേഖരിക്കുകയും പോസ്റ്റ് ബോക്സിന്റെ നിറവും പോസ്റ്റ് ഓഫീസ് പ്രവർത്തനങ്ങളും കണ്ടു മനസ്സിലാക്കുകയും ചെയ്തു. 27/1/2016 സ്കൂളിലെ 1 മുതൽ 4 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് സന്ദർശിച്ച് കാപ്പിക്കുരു പൾപ്പിങ്ങിന്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. കോട്ടനാട് എസ്റ്റേറ്റ് മാനേജർ ശ്രീ ബൊപ്പയ്യ എല്ലാ വിദ്യാർത്ഥികൾക്കും മധുരം നൽകി സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മളെല്ലാം കേട്ടതിലും കണ്ടതിലും വ്യത്യസ്തമായ ക്ലാസ് പീട്ടിയാണ് ഈ വിദ്യാലയത്തിൽ നടന്നത്. സാധാരണ ക്ലാസ് പീട്ടികളിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കൊന്നും നാം കാണാറില്ല. എന്നാൽ ഓരോ കുഞ്ഞു പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ഉണ്ടാകണം. എല്ലാ പ്രവർത്തനങ്ങളിലും കുഞ്ഞുങ്ങളോടൊപ്പം പങ്കുകാരാകണം എന്നെല്ലാം ഓർമ്മിപ്പിക്കുന്ന ക്ലാസ് PTA പ്രവർത്തനങ്ങളാണ് ഇവ. പാഠ്യപ്രവർത്തനങ്ങളിൽ മക്കളോടൊപ്പം ഒരു പങ്കാളിയായി തൊട്ടാവാടി നിരീക്ഷണം, വെണ്ണയുണ്ടാക്കൽ, ചാർട്ടുകളും പോസ്റ്ററുകളും തയ്യാറാക്കൽ, പിന്നാക്കക്കാർക്കുള്ള പഠനോപകരണ നിർമ്മാണം, അവിൽ വിളയിക്കൽ, പായസം തയ്യാറാക്കൽ എന്നിവ രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികൾക്കും വേറിട്ടൊരു അനുഭവമായിരുന്നു. ജനുവരി 13 ഈ സ്കൂൾ സന്ദർശിച്ച ഇന്റേണൽ സപ്പോർട്ടിംഗ് മിഷൻ ISM 1-2 ക്ലാസുകളെ പ്രത്യേകം നിരീക്ഷിക്കുകയും 2ാം ക്ലാസ് പ്രവർത്തനങ്ങളെ ജില്ലാതല അവതരണത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുകയുണ്ടായി. ഈ വിദ്യാലയത്തിലെ ലാപ്ടോപ്പ്, ആംപ്ലിഫയർ ആൻഡ് മൈക്ക് സിസ്റ്റം, സോഫ്റ്റ്വെയർ എന്നിവ ഉപയോഗിച്ച് സ്കൂൾ വാർഷിക പരിപാടികൾ, ഡിജിറ്റൽ ഡോക്യുമെന്ററികൾ തുടങ്ങിയവ തയ്യാറാക്കുന്നതിന് ഞങ്ങളുടെ സ്കൂളിലെ കഴിവുറ്റ അധ്യാപകരോടൊപ്പം ഞങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഈ പ്രവർത്തനത്തിലൂടെ സൗണ്ട് മിക്സിംഗ്, വീഡിയോ മിക്സിംഗ് എന്നിവയുടെ വിവിധ ഘട്ടങ്ങൾ പഠിക്കുന്നതിന് ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. വജ്രജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ലോഗോ പ്രകാശനം
വൈത്തിരി AO ശ്രീ പ്രഭാകരൻ സാർ 1-2-2016 നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീ ബാബു തോമസ് അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ്മിസ്റ്റേഴ്സ് ശ്രീമതി ഷാൻഡി ജോൺ സ്വാഗതവും MPTA പ്രസിഡന്റ് ശ്രീമതി പ്രഭീത ബിനീഷ് ആശംസയും സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ലിസി ജോസഫ് നന്ദിയും അറിയിച്ചു. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ നജ്മുദ്ദീനാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. വജ്രജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഫെബ്രുവരി 26 വെള്ളി രാവിലെ വൈത്തിരി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ശ്രീ സുന്ദർലാൽ സാർ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വൈകുന്നേരം നടന്ന വയനാടിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്ര പൊതുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾക്ക് പുറമെ കുന്നമ്പറ്റയിൽ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകർ ശീതളപാനീയം നൽകിയാണ് ഘോഷയാത്രയെ വരവേറ്റത്. തുടർന്ന് നടന്ന പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം പഞ്ചായത്ത് അംഗവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീമതി ലളിത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന പൂർവ്വ അധ്യാപകരെ ജനപ്രതിനിധികളും ശിക്ഷകടങ്ങളും ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിക്കുകയുണ്ടായി. വജ്രജൂബിലി സ്മാരകമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ VA ജോൺ തന്റെ പിതാവും സ്കൂളിലെ മുൻ PTA പ്രസിഡന്റ് കൂടിയായ ശ്രീ VP അബ്രഹാമിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകിയ ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടന കർമ്മം 27 രാവിലെ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശകുന്തള ഷൺമുഖൻ നിർവഹിച്ചു. വൈകിട്ട് നടന്ന ചടങ്ങിൽ കൽപ്പറ്റ നിയോജക മണ്ഡലം MLA ശ്രീ MV ശ്രേയംകുമാർ അവരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടന കർമ്മം കൽപ്പറ്റ നിയോജക മണ്ഡലം MLA ശ്രീ MV ശ്രേയംകുമാർ അവർ നിർവഹിക്കുകയുണ്ടായി. Every day my papa would work to try to make ends meet, to see that we would eat, keep those shoes upon my feet. Every night my papa would take me, tuck me in my bed, kiss me on my head after all my prayers were said. There